കായംകുളം കല്ലമ്പലം ചെയിൻ സർവീസുകളുടെ ഭാഗമായി കായംകുളത്ത് നിന്നുള്ള 3 ഓർഡിനറി ഷെഡ്യൂളുകൾ ആരംഭിച്ചു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കല്ലമ്പലം ചെയിൻ KSRTC സർവീസുകളുടെ ഭാഗമായി കായംകുളത്ത് നിന്നുമുള്ള 3 ഓർഡിനറി ഷെഡ്യൂളുകളുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പം നിരന്തരമായ ഒരു ആവശ്യം കായംകുളം KSRTCയിലെ ATO ഇവിടുത്തെ ജീവനക്കാരും സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവരെല്ലാവരും പറഞ്ഞ് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു സർവീസ് ആവശ്യപ്പെടുകയും നമുക്ക് 3 ബസ് ഇപ്പം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നാളെ രാവിലെ ഇപ്പോൾ എനിക്കൊരാശങ്ക ഞാൻ ചോദിച്ചത് ഇത് അടുപ്പിച്ച് പോകുന്നതുകൊണ്ട് ജനങ്ങൾക്ക് എത്തും പ്രയോജനം. അതിപ്പോൾ നിങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്. മാക്സിമം നമുക്ക് തരുന്ന സർവീസുകളെ ജനങ്ങൾക്ക് കയറാൻ പറ്റുന്ന തരത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് മാർഗമുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച പരീക്ഷണോട്ടമാണ്. അത് കഴിഞ്ഞാൽ അത് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പം മറ്റൊരു പരാതി കായംകുളത്തുനിന്ന് ഹരിപ്പാട് സൈഡിലേക്കൊക്കെ രാത്രിയിൽ വാഹനങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ഈ ഗതാഗത സംവിധാനം ആൾക്കാർ കയറിയാൽ മാത്രമേ നമ്മുടെ KSRTC മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഓരോ ബസ്സോടും നിറഞ്ഞു പോകുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഈ യാത്രക്കാർക്ക് ഒത്തിരി പ്രത്യേകതകളുള്ളവരുമാണ്. ഈ യാത്രക്കാരാണ് ഏറ്റവും ആദരവ് അർഹിക്കുന്നത്. കാരണം സ്വന്തം വണ്ടിയെടുത്ത് പെട്രോളും അടിച്ച് ഈ റോഡിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കാതെ ഈ KSRTC സംവിധാനം ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒത്തിരി നാൾ കൂടിയിട്ടാണ് KSRTCയിൽ പോയത്. എനിക്ക് തോന്നുന്നു ഏത് വാഹനത്തിൽ പോകുന്നതിലും സ്പീഡിൽ എന്നെ തിരുവനന്തപുരത്ത് കൊണ്ട് KSRTC എത്തിച്ചു എന്നുള്ളതാണ്. അത് ഇപ്പം ഞാൻ വീണ്ടും സമയം ചോദിക്കാൻ തുടങ്ങി. KSRTC സമയം അത്ര വേഗത്തിൽ എന്നാൽ ഏറ്റവും അപകടകരമാവുന്ന ഒരു റോഡാണുള്ളത്. അതിൽ ഓടിച്ചു പോകുന്ന ഡ്രൈവർമാരുടെയും ഒക്കെ ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അത്ര ഈസി ആയിട്ടുള്ളൊരു ജോലി ചെയ്യുന്നവരല്ല KSRTCയിൽ ജോലി ചെയ്യുന്നവർ. അവരൊത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ റോഡ് NH പണി നടക്കുന്നതുകൊണ്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് അവർ ആ സർവീസൊക്കെ നടത്തുന്നത്. എല്ലാവർക്കും KSRTC ഇപ്പം ലാഭത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചരിത്ര നേട്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാറിനും അതുപോലെ തന്നെ ആ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഒപ്പം അതിനെല്ലാം കാരണക്കാരായിട്ടുള്ള പ്രിയപ്പെട്ട ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ PH അനിൽകുമാർ, AP റെജി, സുമേഷ് സോമൻ, A അൻസാർ എന്നിവർ സംസാരിച്ചു. കായംകുളത്തു നിന്നും രാവിലെ 6:10, 6:40, 7:10, ഉച്ചയ്ക്ക് 1:05, 1:35, 2:05 എന്നീ സമയക്രമത്തിലാണ് കല്ലമ്പലത്തേക്ക് KSRTC സർവീസ് ഉള്ളത്. കൊല്ലം ബൈപ്പാസ് വഴിയാണ് കല്ലമ്പലം വരെ 30 മിനിറ്റ് ഇടവേളയിൽ 3 സർവീസുകൾ നടത്തുന്നത്. CDNet ന്യൂസ്, കായംകുളം.